എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ഇന്നത്തെ വിശേഷത്തിൽ ആദർശ നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആദർശിനോട് നയന പറഞ്ഞു, അതെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശാണ്ട് ഇപ്പൊ ശനിദശയാന്നുള്ള കാര്യം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒന്നൊന്നായിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമെന്ന് പറയാം. ആദർശം പറഞ്ഞു, അത് ചിലപ്പോൾ ശരിയായിരിക്കും, അത് കുഴപ്പമില്ല, 3 മാസം കഴിയുമ്പോൾ എല്ലാം ശരിയാകുന്ന മുത്തശ്ശൻ പറഞ്ഞ്. 3 മാസം കഴിഞ്ഞാൽ പിന്നെ ആദർശന് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യം വരത്തില്ല എന്ന് പറയാം. ആദർശം എത്രയും പെട്ടെന്ന് ഈ ശനിദശയ്ക്കൊന്ന് മാറിയാൽ മതിയായിരുന്നു, എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ടാണ് നല്ല ടെൻഷൻ എന്ന് പറയാം. അതൊന്നും സാരമില്ലെന്നേ, അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ സുഖം, അമ്മ ഇപ്പൊ തന്നെ കുറച്ചൊക്കെ ഭേദപ്പെട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ എന്തിനാണെന്നറിയാവോ ആദർശേട്ടാ, ശരിക്കും പറഞ്ഞാല് അഭി മനഃപൂർവ്വമാണ് നവ്യേച്ചയെ സ്നേഹിച്ചെന്ന്. അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, കാരണം അമ്മ പാല് കുടിച്ചന്ന് ഒറ്റ ദിവസം ഭയങ്കര സ്നേഹമായിരുന്നു നവ്യേച്ചിയോട് അബിക്ക്. ആ ഒറ്റ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിറ്റേ ദിവസം തൊട്ട് പഴയപടി തന്നെയായി. അപ്പൊ അതിനർത്ഥം എന്താ? ആ പാൽ ഇനിയിപ്പൊ നവ്യേച്ചി കുടിച്ച് നവ്യേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകുന്നുള്ള സന്തോഷം കൊണ്ടായിരുന്നു ആ ഒറ്റ ദിവസം സ്നേഹിച്ചേ. പിറ്റേ ദിവസം തൊട്ട് പഴയ പോലെ തന്നെ. ഒരു പക്ഷേങ്കിൽ ഇപ്പം അമ്മയെ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ നവ്യേച്ചി ആ പാല് കുടിച്ചാലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയാനും ഹോസ്പിറ്റലായാലും ഒന്ന് ചിന്തിച്ചു നോക്കി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്, എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടതും ആദർശം ചിലപ്പോൾ ശരിയായിരിക്കും, കാരണം അവന്റെ സ്വഭാവമായതുകൊണ്ട് പറയാൻ പറ്റില്ല. അന്നേരം മലയ്ക്ക് പോണ സമയത്ത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുവോ? ചെയ്യുവോന്നോ? അഭി ചെയ്യും. അവൻ ഇതിനു മുമ്പ് പലതും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് മലയ്ക്ക് പോകാൻ മാല ഇട്ട് കഴിഞ്ഞപ്പം അവൻ പല കുരുത്തക്കേടും കാണിച്ചിട്ടുണ്ട്. അവന്റെ ഇതെല്ലാം കയ്യോടെ ഞാൻ പിടിച്ചിട്ടുമുണ്ട്. പക്ഷേങ്കിൽ ഇത്തവണ അവന് മലയ്ക്ക് പോകാൻ മാലയുടെ അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഇടുന്നോണ്ടാണ് അവനൊന്ന് സമ്മതിച്ചേ. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ അവന് വ്രതം എടുക്കാനും താല്പര്യമില്ല. അവൻ വ്രതം എടുക്കാനൊക്കെ മുന്നേ നിൽക്കും. എന്നിട്ട് എല്ലാ തവണ ഇങ്ങനെയൊക്കെയാ സംഭവിക്കുന്നത്. മുത്തശ്ശനൊക്കെയാണല്ലോ അവനോട് പറഞ്ഞു മടുത്ത. അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന എനിക്ക് തോന്നില്ലെന്ന് പറയാണ്. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ നമ്മൾക്ക് അത്രയോട് വിശ്വസിക്കാൻ പറ്റില്ല. മലയ്ക്കോ മാല ഇട്ടാലും അവന് തെറ്റുകൾ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. പിന്നീട് അഭി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് ആദർശങ്കയില്ലെന്നേ. ആദർശ് എന്നിട്ട് പറഞ്ഞു, അഭി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയാം. എന്താ? അല്ല, നീ നവ്യേനെ ഇപ്പൊ പഴയ പോലെ സ്നേഹിച്ച് കാണുന്നില്ലോ, അതെന്താ ആദർശിട്ട് അങ്ങനെ പറഞ്ഞേ? അല്ല, ഒറ്റ ദിവസം നിനക്ക് നവ്യയോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ, അവളെ വീട്ടിൽ കൊണ്ടുപോകുന്നു, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു, ഒറ്റ ദിവസം കൊണ്ട് ആ സ്നേഹമൊക്കെ മാറിയോന്ന് ചോദിക്കുക. അല്ല, ആദർശൻ എന്താ ഉദ്ദേശിച്ചേ? അതെ, അമ്മയ്ക്ക് ആ പാലിനകത്ത് വിഷം കലറി കിട്ടി. പക്ഷെ അതെനിക്ക് നല്ല സംശയമുണ്ട്, നീ നിന്റെ അമ്മയും കൂടെ ചെയ്ത പണിപാടിയാണോന്ന്. ആദർശൻ എന്തോ എങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക. അല്ല പിന്നെ നിന്റെ ആ ഒറ്റ ദിവസത്തെ കപട സ്നേഹമൊക്കെ കണ്ട് എനിക്ക് അങ്ങനെയാ തോന്നണെന്ന് പറയാ. ആദർശേട്ടാ, വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കല്ലോ കേട്ടോ, എനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. അല്ലെങ്കിലും ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതുകൊണ്ട് എന്താ ഗുണം കിട്ടുന്ന ചോദിക്കാം. നവ്യയുടെ വയറ്റിൽ വരുന്ന കുഞ്ഞു പോകത്തില്ലായിരുന്നോ ആ പാല് കുടിച്ചിട്ട്? അതല്ലായിരുന്നോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക. ആദർശേട്ടാ, ഞാൻ മനസ്സിൽ പോലും കണ്ട കാര്യമല്ല കേട്ടോ. നവ്യയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞെന്ന് പറയുമ്പോ എന്റെ കുഞ്ഞല്ലേ, അത് പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. ദേ, എത്ര കാലം കഴിഞ്ഞാലും ആ സത്യം കണ്ടുപിടിക്കും. കാരണം ഇപ്പോഴെല്ലാരും നയനയുടെ മേലെ ആ കുറ്റം ആരോഗ്യപ്പെട്ട് വെച്ചോണ്ടിരിക്കുക. പക്ഷെ എങ്കിൽ സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരും. അങ്ങനെ ഒരു ദിവസം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കാര്യം ഒരു തീരുമാനം ഉണ്ടാവും. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് കയറി പോവാണ്. അബിക്കാണ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലത്. ആ സമയത്ത് ജാനകിയും ജലജയും കൂടെ പുറത്തിരിക്കുകയാണ്, ഐസിന്റെ പുറത്തിരിക്കുകയാണ്. അപ്പോഴേ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഈ മെഡിസിൻ വാങ്ങിച്ചിട്ട് ഞാൻ പറയണം. അങ്ങനെ ജാനകി എന്ത് ചെയ്യണം, ആ മെഡിസിൻ വാങ്ങിക്കാൻ അങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് അബിയുടെ കോള് വരുന്നത് ജലജയ്ക്ക്. കോടത്ത് കഴിഞ്ഞപ്പോ ജലജയോട് അബി പറഞ്ഞു, അമ്മേ ആകെപ്പാടെ പ്രശ്നത്തിലാന്ന് പറയാ. എന്ത്? അവനുണ്ടല്ലോ ആദർശ്, എന്റെ നേർക്ക് അവന് ഭയങ്കര സംശയം. ദേ, നവ്യയുടെ വയറ്റ് വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ആ പാല് വിഷം കളിത്ത് ഞാനന്ന് അത് കുടിച്ചിട്ടാണ് വല്യമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കണേന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ സമ്മതിച്ചു കൊടുക്കും അമ്മേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേറെ നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ അനാമികനെ അവളുടെ അമ്മേനെ കൂടെ നമുക്ക് ഒറ്റണമെന്ന് പറയണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് ഫോൺ വെക്ക് എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. ആ സമയത്ത് നയനെ എന്ത് ചെയ്യുക, നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുവാണ്. മുത്തശ്ശന്റെ അടുത്ത് വന്നിട്ട്, അതെ ഇന്ന് ആദർശനോടൊപ്പം മുറിയിൽ കിടന്നോളാൻ ആദർശനോട് പറഞ്ഞെന്ന് പറയാം. ഇതെടാ മുത്തശ്ശി പറഞ്ഞു, അത് നല്ല കാര്യം മോളെ. ഒന്നാമത്തെ കാര്യം നല്ല തണുപ്പുള്ള സമയം. ആദർശനാണെങ്കിൽ ഇടയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാവുന്ന, പിന്നെ മോൾക്കും ഇടയ്ക്ക് തലകറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, ടാബ്ലറ്റ്സ് ഒക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ടോന്ന് ചോദിക്കോ. ഉണ്ട് മുത്തശ്ശി എന്ന് പറയാ. മുത്തശ്ശൻ പറഞ്ഞു, മോൾ അവിടെ കിടന്നു, മുറിയിൽ പോയി കിടന്നു, കുഴപ്പമൊന്നുമില്ല.
മോൾക്കും വയ്യാത്തല്ലേന്ന് ചോദിക്കാം. മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും മോളുടെ മനസ്സിന്റെ നന്മ മനസ്സിലാക്കാനായിട്ട് ആ ദേവേനിക്ക് പറ്റുന്നില്ലോ എന്ന് പറയാം. അത് സാരമില്ല മുത്തശ്ശ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അമ്മയ്ക്ക് സുഖമായ മതി എന്ന് പറയണം. അവളിനിയിപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് പോകുന്നില്ല. എല്ലാവർക്കും നല്ലൊരു മരുമകളെ കിട്ടണം എന്നായിരിക്കും പ്രാർത്ഥന. പക്ഷെ അവൾക്ക് നല്ലൊരു മരുമകളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ അതിനെ സ്നേഹിക്കോ കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കാനോ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഉള്ളത്തോളം കാലം ദേവേനിക്ക് ഒരു നല്ല ജീവിതം കിട്ടാനും പോകുന്നില്ലെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, ഇത്ര നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു മരുമകളെ അവൾക്ക് ദൈവം കൊടുത്തിട്ടും അവൾക്കത് തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ പോയല്ലോ. നയന പറഞ്ഞു, അതൊന്നും സാരമില്ല മുത്തശ്ശ, പക്ഷേങ്കില് അമ്മയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ. ഇപ്പോഴാണല്ലോ ആദർശനാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട്. അമ്മയ്ക്ക് എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെ ഓർത്തിട്ട്. അതൊന്നും കുഴപ്പമില്ല, അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആള് മോൾക്കറിയാലോ. അതോടെ മോള് മുറിയിലേക്ക് പൊക്കോളാൻ പറയാണ്. അങ്ങനെ നയന മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് ജലജ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, അല്ല, ജാനകി മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതെ അവളുണ്ടല്ലോ നയന, അവള് മനഃപൂർവ്വം നമ്മുടെ മുഖത്ത് കരിവാരി തേക്കാണ്ട് ഇറങ്ങിത്തിരിക്കുവെന്ന് പറയണം. അല്ല, എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? ഞാനും എൻ്റെ മോനും കൂടെ കൂടി ചേർന്നാണ് ദേ ഏട്ടത്തിക്ക് ഈ പാലിനകത്ത വിഷം കലക്കി കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അവളിപ്പം മിസ്റ്റർ ക്ലീൻ ആണെന്ന് നോക്കുക പറയണം. അതാര് വിശ്വസിക്കാനാ? അല്ലേലും അവൾ ആ കുറ്റം ചെയ്തെന്നുള്ള കാര്യം വീട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അവളല്ലേ പാല് തിളപ്പിച്ച് കൊടുത്തേന്ന് ചോദിക്കാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ തലേ കുറ്റം ആരോപിച്ച് അവൾക്ക് രക്ഷപ്പെടാനുള്ള പടിയാന്ന് പറയണം. ജലജ, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, എന്ത് വന്നാലും ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. എനിക്കറിയാം നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലാന്ന്. ഇത് മനഃപൂർവ്വം അവള് കരുതി കൂട്ടി ചെയ്താന്നുള്ള കാര്യം, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടാന്ന് പറയണം. ജലജ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ലോ. ചിലപ്പോൾ നാളെ മിക്കവാറും വീട്ടിൽ ആരും ഇത് വിശ്വസിച്ചെന്ന് പറഞ്ഞില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും അബി ആയിരിക്കും കുറ്റക്കാരായിരിക്കും എന്ന് പറയുന്നത്. അപ്പോഴേക്കും അബി എന്ത് ചെയ്യുകയാണ്? ആദർശിന്റെ നയനയുടെ മുറിയുടെ പോവാണ്. നയന എന്ത് ചെയ്യാം, മുത്തച്ഛനടുത്ത് നേരെ മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്നിട്ട് അങ്ങ് കിടക്കാൻ തുടങ്ങുന്ന അബി കണ്ടു. ഓഹോ, അപ്പൊ അതാണ് വെറുതെ വാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒരു മുറിയിൽ കിടക്കാൻ നോക്കുക. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അപ്പൊ തന്നെ അബി ജലജയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ജലജയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ജലജ ചോദിച്ചു, എന്താടാ, എന്റെ കാര്യം എന്താ? അമ്മേ, ദേ വെറുതെ വന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരാളാണ്ടേ ഭാര്യനെ അടുത്ത് വിളിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാൻ നോക്കുമെന്ന് പറയണേ. നീ എന്തൊക്കെയാടാ പറയണേ? ഞാൻ പറഞ്ഞ സത്യം അമ്മേ. ആദർശേണ്ണു ഇതേ ആ നയനയുണ്ടല്ലോ, അവർ രണ്ടുപേരും ഒരു മുറി കിടന്നുടാൻ കഥ കടച്ചു എന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ, നീ ഫോൺ വെച്ചോളാൻ പറയണം. കൊള്ളാം, നല്ലൊരു തുറുപ്പു ചീട്ടാ കിട്ടിയിരിക്കുന്നേ. ജാനകി ചോദിച്ചു, എന്താ ജലജെ? ദേ ആദർശ് അങ്ങോട്ട് ഓടിപ്പോയില്ലായിരുന്നോ? എന്തിനാന്നറിയോ? ആ നയനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ട്. അവർ രണ്ടുപേരും കൂടെ ഒറ്റ മുറിയിലാന്ന്. ഈ മണ്ഡലകാലത്തോ? അതെ, മാലിട്ട് കഴിഞ്ഞിട്ടോ? അതേന്ന് പറയണ. ഓഹോ, അപ്പൊ അതിനാണ് അവളും അവനും കൂടെ ഇവിടെ നിന്ന് ഓടിപ്പോയതല്ലേന്ന് ചോദിക്കാം. എന്നാലും അവൾക്ക് ഇത്ര ബോധമില്ലാതെ പോയല്ലോ. ഓർക്കുമ്പോ തന്നെ നാണക്കേട് തോന്നു. മലയ്ക്ക് പോകാൻ മാലിട്ട് കഴിഞ്ഞിട്ട് വ്രതം മുടക്കാനായിട്ട് രണ്ടുപേരും കൂടെ. അതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഇത് ഏട്ടത്തിയോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. അല്ലേലും അവള് ഇത്രയ്ക്കൊരു വൃത്തിയായിട്ട് എന്നാന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലെന്ന് ജാനകി പറയാ. ജലജ പറഞ്ഞു, അതൊക്കെ പണ്ടേ ഞാൻ കരുതി വെച്ചിരുന്ന കാര്യമാണ്, അതുകൊണ്ടല്ലേ ഞാൻ അവളെ അകറ്റി നിർത്തിയിരുന്നേ. അപ്പം ജാനകിക്കാണെങ്കിലോ അവളെന്ന് വെച്ചാൽ എന്തൊരു സ്നേഹമായിരുന്നു. ഇപ്പോഴാ സ്നേഹമൊക്കെ എവിടെ പോയെന്ന് ചോദിക്കുക. അതെ, അതൊക്കെ തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയെന്ന് ജാനകി പറയണേ. ഇപ്പോഴല്ലേ എനിക്ക് ഓരോരുത്തരുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാവുന്നേ. ഇതിനു മുമ്പ് ഞാൻ ആ സ്വഭാവം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവരോട് അടുപ്പം കാണിക്കത്തില്ലായിരുന്നു പറയണേ. ഇനിയിപ്പോ സാരമില്ല, നമുക്കിനി സമയമുണ്ടല്ലോ എന്ന് പറയണം. പിന്നീട് രണ്ടുപേരും കൂടെ നേരെ ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ ദേവേന്റെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്ര ദിവസം ICUലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ മുറിയിലേക്ക് മാറ്റി കഴിഞ്ഞപ്പം ജാനകി എന്നിട്ട് എങ്ങനെയുണ്ട് എടുത്ത്, ഇപ്പൊ കുറവുണ്ടോന്ന് ചോദിക്കാം. കുറവുണ്ട്, പക്ഷേങ്കിൽ അത്രയ്ക്ക് ഇതങ്ങ് പറയാറായിട്ടില്ല. വയറിനകത്ത് എന്തോ വല്ല ഉരുണ്ടുകയറ്റോ ഗ്യാസ് കെട്ടിയതുപോലെ. പിന്നീട് നല്ല വേദനയുണ്ടെന്ന് പറയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി, വേദനയാണെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ പോയെന്ന് കിടന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനോട് എനിക്ക് അത്ര അങ്ങ് താല്പര്യമില്ലെന്ന് പറയാണ്. ജാനകി പറഞ്ഞു, എല്ലാം ഒപ്പിച്ചു വെച്ച് അവൾ ഒറ്റയൊരുത്തി അല്ലേന്ന് ചോദിക്കണം. ജലജ പറഞ്ഞു, അത് ശരിയാ, അവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്നിട്ട് അവളോ ഇപ്പോഴവിടെ പോയി സുഖിക്കുമല്ലേന്ന് ചോദിക്കണം. നീ എന്താ ജലജ ഇങ്ങനെ പറഞ്ഞെന്ന് ദേവേനി പെട്ടെന്ന് ചോദിക്കുക. ജാനകി പറഞ്ഞു, അത് ഇവളോട് ഞാൻ പറയേണ്ടെന്ന് എന്ന് പറയണ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം എന്താന്ന് പറ എന്ന് പറയണ. പെട്ടെന്ന് തന്നെ ജലജ പറഞ്ഞു, ദേ ഏട്ടത്തി അവൾ ഇവിടുന്ന് പോയിട്ടില്ലേ? അവളും ആദർശം കൂടെ ഇപ്പൊ ഒരു മുറിയില്ല. ഏട്ടത്തി ഇവിടെ വയ്യാതെ കിടക്കാന്നൊരു ചിന്ത പോലും ഇല്ല. മലയ്ക്ക് പോകാൻ മാല ഇട്ടേക്കുവാന്നുള്ള ചിന്ത പോലും ഇല്ല. ഇതൊന്നും ഇല്ലാതെയാണ് രണ്ടുപേരും കൂടെ ഒരു മുറിയിൽ കയറി കഥ അടച്ച് കിടക്കണേന്ന് പറയണം. ദേവേന് പറഞ്ഞു, ദേ
വെറുതെ ഇല്ലാത്ത കാര്യം പറയില്ലെന്ന് പറയാണ്. ഞാൻ അവളോട് താഴത്തെ മുറി കിടക്കാനാ പറഞ്ഞെന്ന് പറയാം. അതൊക്കെ ഏട്ടത്തി അവിടെ ഉള്ള സമയത്ത്. ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ഇപ്പൊ രണ്ടുപേരും ഒരു മുറിയിലാ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ വെറുതെ കള്ളത്തരം പറയണ്ട. നീ നിന്റെ മോൻ അബിയും കള്ളത്തരം പറയുന്നതെന്ന് എനിക്കറിയാം. ഏട്ടത്തി, ഏട്ടത്തിക്ക് പറഞ്ഞ വിശ്വാസമായില്ലെങ്കിൽ ഏട്ടത്തി ഒരു കാര്യം ചെയ്യാം. ഒന്ന് ഫോൺ വിളിച്ചു നോക്കാം, അപ്പൊ അറിയാലോന്ന് പറയാണ്. എന്നാ അത് ശരിയാ, ഞാനൊന്ന് ഫോൺ വിളിച്ചു നോക്കാന്ന് പറഞ്ഞുകൊണ്ട് ദേവേനെ എന്ത് ചെയ്യുക, ആദർശിന്റെ ഫോണിലേക്ക് വിളിക്കുവാണ്. ഈ സമയത്ത് നയന മുറിയിലേക്ക് വന്നായിരുന്നു. നയന മുറിയിലേക്ക് വന്നിട്ട് നയന കിടക്കാൻ തുടങ്ങുമ്പോൾ ആദർശം ബെഡേ കിടന്നോളാൻ പറയണം. വേണ്ട, ഞാൻ നിലത്ത് കിടന്നോളാന്ന് പറയണ. ഇവിടെ കിടക്കണ എനിക്ക് സുഖം. കാരണമേ ആദർശന്റെ മലയ്ക്ക് വേണ്ട മാലിയിട്ടിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. അത് പിന്നെ കുഴപ്പമൊന്നുമില്ല, ബെഡേക്ക് കയറി കിടന്നോളത്തെ എന്താ കുഴപ്പം? അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ, ഞാൻ ഇവിടെ നിലത്ത് കിടന്നോളാം. ഞാൻ കുറെ കാലം ഇവിടെ നിലത്ത് കിടന്നതല്ലേ, പിന്നെ ഇനി ഇപ്പം എന്താ കുഴപ്പമിരിക്കണേ? പിന്നെ ആദർശേന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന പോലും എനിക്ക് അറിയത്തില്ല. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. അങ്ങനെ സംസാരിച്ചിട്ട് അവര് കിടക്കുവാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ദേവേനയുടെ കോൾ അങ്ങോട്ട് വരുന്നത്. ആദർശത്ത് ഈ സമയത്ത് ആരെ വിളിക്കുന്നോർത്ത് കോടെടുത്ത് നോക്കിയപ്പോ അമ്മയാണല്ലോ വിളിക്കണേ എന്നോർത്തിന് പെട്ടെന്ന് കോൾ എടുക്കോടെ. എന്താമ്മേ, എന്താ കാര്യം ചോദിക്കുക. നീ ഇപ്പൊ എവിടെയാ? ഞാൻ മുറിയിലാ. നീ തന്നെയുള്ള മുറിയിലെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാന്, എടാ ചോദിച്ചതിന് ഉത്തരം പറയടാ. അല്ല നയനയുണ്ടെന്ന് പറയണ. നയനയോ? അതേമേ, അന്നേരം അവള് മുറി കയറിയേക്കുന്നേ. അവൾക്ക് താഴത്തെ മുറി കിടക്കാൻ ഞാൻ പറഞ്ഞല്ലേ എനിക്ക്. അത് പിന്നെ അമ്മ എനിക്ക് ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പോരാത്തിന് ഭയങ്കര തണുപ്പ് സമയം കൂടെ അല്ലേ, അതുകൊണ്ട് അവള് മുറിയിലേക്ക് വന്നേന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനിക്ക് ഇഷ്ടപ്പെടില്ല. നീ ഒരു കാര്യം ചെയ്യാം, അവളുടെ അങ്ങോട്ട് ഫോൺ കൊടുക്കാൻ പറയാണ്. ആദർശനും മനസ്സിലായി ദേവേൻ രണ്ടും കൽപ്പിച്ചാണ് നയനെ ചീത്ത പറയാനായിട്ട് വിളിക്കുന്നതെന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.